ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പട്ടം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചെറിയൊരു പശ എടുത്തിട്ടുണ്ട്, പിന്നെ ടേപ്പ് ആവശ്യമുണ്ട്. അതിനായിട്ട് ടേപ്പ് എടുത്തിട്ടുണ്ട് ഒട്ടിക്കാൻ. പിന്നെ കുറച്ച് പച്ച ഈർക്കിലും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കലണ്ടർ കട്ട് ചെയ്യാൻ നമ്മൾ കത്രികയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പട്ടം ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. എന്തായാലും പേപ്പർ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ഷീറ്റ് എടുത്ത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട്. എന്തായാലും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. ആ പേപ്പറിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മളൊരു ഈർക്കിൽ ചരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ടേപ്പ് വെച്ച് നമുക്കതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഇളവി വെളിയിൽ വരും. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഇളവി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അവസാനം. ആ ഇയർക്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം വേറൊരു ഇയർക്കിൽ ചരിച്ചും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തതും ഇത് ചെയ്തതും. 2 ഇയർക്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും അവസാനം. പറത്തുന്ന സമയമാകുമ്പോൾ എല്ലാം ഇളവി വരും. അതിനുശേഷം ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വാലിനും കൈക്കൊക്കെ ആയിട്ട് പട്ടത്തിൻ്റെ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഗൈസ്. ചെറിയ ചെറിയ പീസുകളായി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. വലിയ സൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട. എന്തായാലും ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് കട്ട് ചെയ്തെടുക്കണം. അല്ല, നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഗൈസ്, ഓരോന്നോരോന്നായിട്ട്. പട്ടം ഉണ്ടാക്കാമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഇന്നങ്ങ് വിചാരിച്ച് ഉണ്ടാക്കി കളയാമെന്ന്. എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസുകളായിട്ട്. ഇത്രയുമാണ് ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറുകൾ. നമുക്കെന്തായാലും ഇനി ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പശ എടുത്ത് നമ്മൾ പൊട്ടിക്കുകയാണ്, പേപ്പറുകൾ കൂട്ടി ഒട്ടിക്കാൻ വേണ്ടി. നമുക്കെന്തായാലും ഒട്ടിച്ച് തുടങ്ങാം ഓരോന്നോരോന്നായിട്ട്. ഓവറായിട്ട് പശയൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് പശ ഒട്ടിച്ചങ്ങ് സെറ്റാക്കി അങ്ങ് എടുത്താൽ മതി. നമ്മളിപ്പോൾ ഒട്ടിക്കുന്നത് വാലിന് വേണ്ടിയാണ്. വാലിന് ഇത്തിരി അത്യാവശ്യം നല്ല നീളം വേണം, അതിനായിട്ട് നമുക്ക് നല്ല നീളത്തിൽ ഒട്ടിച്ച് സെറ്റാക്കാം. അടുത്തതായിട്ട് പട്ടത്തിൻ്റെ കൈക്കായിട്ട് നമുക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. വാലിന് നല്ല നീളം വേണം, പിന്നെ കൈക്ക് അത്രയ്ക്ക് നീളം വേണ്ട, ചെറിയ രീതിയിൽ മതി. പശ വെച്ച് ഒട്ടിച്ചാൽ വലിയ രീതിയിൽ ഇരിക്കില്ലെന്ന് വിചാരിച്ച് നമ്മൾ പിന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പോവാതെ അവിടെ തന്നെ ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ കൈ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. കൈ സെറ്റാക്കിയപ്പം പട്ടത്തിൻ്റെ ലുക്കേ മാറി, വേറെ ലെവലായി. കൊള്ളാം, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കിത് പറക്കുമോ ഇല്ലെന്നൊക്കെ എന്തായാലും നോക്കാം. കൈയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വാലാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. വാലെന്ന് പറയുമ്പോൾ വാലാണോ കാലാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും 2 എണ്ണം സെറ്റാക്കി കൊടുക്കുകയാണ് വാല്. എല്ലാവരും പട്ടത്തിൻ്റെ കൈയും വാലും എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മൾ വാല് നല്ല രീതിയിൽ പോവാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തായാലും കൈയും വാലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ആർക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പട്ടമാണ്. എന്തായാലും ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ആവുന്ന പട്ടമാണ്. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനൊക്കെ കളറും കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. അത് ഇതിലും കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പട്ടം എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇത് പറക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. പറന്നാൽ മതിയായിരുന്നു. എന്തായാലും നമ്മളെ വയലിൻ്റെ മധ്യത്ത് നമ്മൾ പട്ടം കൊണ്ട് വന്ന് എന്തായാലും ഇത് പറക്കോ ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമ്മൾ പട്ടം അങ്ങനെ പറപ്പിക്കാൻ നോക്കാം. നമുക്ക് എന്താണ്
ആദ്യ സമയത്തൊക്കെ അതും വലിച്ചുകൊണ്ട് ഓടി ഗൈസ്. ചെറിയ രീതിയിലൊക്കെ പറന്നോളൂ, അതൊന്നും കൂട്ടണ്ട പറന്ന രീതിയിലൊന്നും. ഞാൻ വിചാരിച്ച് ഇത്രയൊക്കെ പറക്കത്തുള്ളൂന്ന്. പക്ഷേ എനിക്ക് സത്യത്തിൽ പറത്താൻ അറിഞ്ഞുകൂടാ, അതാണ് ഒന്നാമത്തെ കാര്യം. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പറത്തുന്നത്. എത്ര പറത്താൻ നോക്കിയിട്ടും അങ്ങനെ നല്ല രീതിയിലൊന്നും പൊങ്ങുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. പിന്നെ നോക്കാഞ്ഞിടത്താണ് പതിയെ അത് പൊങ്ങുന്നു. പിന്നെ എനിക്കത് നല്ല രീതിയിൽ പറന്ന് വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പട്ടത്തിൻ്റെ കുഴപ്പമല്ല, എനിക്കത് പറത്താൻ അറിഞ്ഞുകൂടാത്തതിൻ്റെ കുഴപ്പമാണെന്ന്. പിന്നെ ഞാൻ പൊളിയായിട്ടങ്ങ് പറത്തി, ഒന്നും നോക്കിയില്ല. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഹാപ്പിനെസ് കിട്ടി ഗൈസ്. നിങ്ങൾ വെറുതെ ഫോൺ യൂസ് ചെയ്ത് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അതുകൊണ്ട് പോയി പട്ടമൊക്കെ ഉണ്ടാക്കി പറത്ത് ഗൈസ്. ഞാൻ പട്ടം പറത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു അനിയൻ ചെറുക്കനും പറത്താൻ കൊടുത്ത്, അവനും എൻജോയ് ചെയ്യട്ട്. എന്തായാലും നമ്മൾ പട്ടം പറത്തി എൻജോയ് ചെയ്യട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.